ഈ ഒരു ലെക്ചർ സീരീസ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് യൂസിങ് ജാവ എന്ന് പറഞ്ഞൊരു ലാബിനെ കുറിച്ചാണ്. ഇത് KTUവിന്റെ 2019 സ്കീമിൽ ഉൾപ്പെട്ട ലാബാണ്. ഇത് പഠിക്കുന്നത് S3 കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഈ ഒരു ലെക്ചർ സീരീസിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ആ ഒരു സിലബസിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രോഗ്രാംസും എല്ലാ എക്സ്പെരിമെന്റ്സും, ഇത് കൂടാതെ നമ്മുടെ ഒരു പ്രാക്ടീസ് സെഷൻസ് ആയിട്ട് കുറച്ച് പ്രോഗ്രാംസും പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ലെക്ചർ സീരീസിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബൈനറി സെർച്ച് അൽഗോരിതം എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ജാവയ്ക്കകത്ത് ബൈനറി സെർച്ച് അൽഗോരിതം നമുക്ക് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അപ്പം ബൈനറി സെർച്ച് നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു അറേക്കകത്ത് നമ്മൾ സെർച്ച് ചെയ്യുന്നതിനാണ് നമ്മൾ സെർച്ചിങ് അൽഗോരിതം എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്കൊരു അറേ വേണം. ഈ അറേയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഇത് സോർട്ടഡ് ഓർഡറിലായിരിക്കണം. സോർട്ടഡ് ഓർഡറിലായിരുന്നാൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ബൈനറി സെർച്ച് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ബൈനറി സെർച്ച് നമുക്ക് റിക്കർസീവ് ആയിട്ടും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, നോൺ റിക്കർസീവ് ആയിട്ടും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നോൺ റിക്കർസീവ് ആയിട്ടാണ് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബൈനറി സെർച്ചിന്റെ അൽഗോരിതം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് അൽഗോരിതം വർക്കിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഞാൻ ഒരു വീഡിയോ ഇടുന്നുണ്ട്. അത് നിങ്ങൾക്ക് പോയി കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അത് നമ്മുടെ പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം കാണാം. ഓക്കെ, ടെസ്റ്റ് എഴുതുക, ഒരു ഫംഗ്ഷൻ എഴുതുക, പബ്ലിക് സ്റ്റാറ്റിക് ഇന്റ് ബൈനറി സെർച്ച് എന്ന് പറയുന്ന ഒരു അൽഗോരിതം എഴുതുക. അതിൻ്റെ അകത്ത് നമ്മൾ ഒരു അറേ പാസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ലോവർ ബൗണ്ട് പാസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ അപ്പർ ബൗണ്ട് പാസ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ സെർച്ച് ചെയ്യേണ്ട കീ വാല്യൂ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ബൈനറി സെർച്ചിനകത്ത് പറയേണ്ടത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം? വൈൽ LB <= UB, അതായത് ലോവർ ബൗണ്ട് എപ്പോഴും എന്തായിരിക്കും? <= അപ്പർ ബൗണ്ട് ആയിരിക്കും. ഈ ഒരു കണ്ടീഷൻ എപ്പോഴാണോ വൈലേറ്റ് ആവുന്നത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അപ്പം ഞാൻ ഇനിഷ്യലി ഇൻഡെക്സ് എന്ന് പറയുന്നത് ഞാൻ -1 ആയിട്ട് ഞാൻ സെറ്റ് ചെയ്തിരിക്കാം. ഒരു ഇൻഡെക്സ് വാല്യൂ ഉണ്ട്, അത് -1 ആയിട്ട് ഞാൻ സെറ്റ് ചെയ്തിരിക്കാം. അതായത് -1 മീൻസ് സെർച്ച് എലമെന്റ് നോട്ട് ഫൗണ്ട് എന്ന് പറയുന്നതാണ് ഞാൻ -1 കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു മിഡ് വാല്യൂ എഴുതുകയാണ്. മിഡ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? LB plus UB divided by 2 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? മിഡ് വാല്യൂ കിട്ടും. ഞാൻ ചെക്ക് ചെയ്യുന്നു A of mid എന്ന് പറയുന്നത് ഈക്വൽ ടു കീ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അതായത് മിഡിൽ എലമെന്റ് എന്ന് പറയുന്നത് കീ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് റിട്ടേൺ ചെയ്യുന്നു? റിട്ടേൺ മിഡ് ചെയ്യുന്നു. കാരണം എനിക്ക് സെർച്ച് ചെയ്യേണ്ട എലമെന്റ് കിട്ടി, അവിടെ വെച്ച് ഞാൻ മിഡ് റിട്ടേൺ ചെയ്യുന്നു. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാനിവിടെ റിട്ടേൺ മിഡ് ചെയ്യുന്നില്ല, അതിന് പകരം ഇൻഡെക്സ് എന്ന് പറയുന്ന വാല്യൂ mid ആയിട്ട് ഞാൻ സെറ്റ് ചെയ്യും. Else if A of mid greater than key ആണോ എന്ന് നോക്കും. A of mid greater than key ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? A of mid എന്ന് പറയുന്നത് വലുതാണ്, കീനെ കാട്ടി വലുതാണ്. സോ നമ്മുടെ മിഡിൽ ടേമിന്റെ റൈറ്റ് പൊസിഷനിനകത്തായിരിക്കും നമ്മുടെ എലമെന്റ് ഉണ്ടെങ്കിൽ കാണുക. ഓക്കെ, അതായത് A of mid എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ കീ ആണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലായിരിക്കും കാണുക. ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് കുറയ്ക്കുക. അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് -1 ആക്കുക. ഇനി എൽസ് അങ്ങനെയാണെങ്കിൽ അത് ഏത് സൈഡിലായിരിക്കും? റൈറ്റ് സൈഡിലായിരിക്കും ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ലോവർ ബൗണ്ട് എന്ന് പറയുന്നത് middle+1 ആക്കുക. ഇതാണ് ബൈനറി സെർച്ച് അൽഗോരിതം. അപ്പോൾ ഈ ഒരു വൈൽ ലൂപ്പ് കഴിയുമ്പോൾ ഇൻഡെക്സിനകത്ത് എന്ത് കാണും? എനിക്ക് ഒന്നുകിൽ ഇവിടെ വെച്ച് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യാം. പിന്നെ റിമൈനിങ് കാര്യമൊന്നും നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യാം. ഇനി ഇവിടെ വെച്ച് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇൻഡെക്സിന്റെ വാല്യൂ എന്ത് തന്നെയായിരിക്കും? -1 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് എന്തെന്ന് വിളിക്കുന്നത്? ബൈനറി സെർച്ച് അൽഗോരിതം എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് ഈ ബൈനറി സെർച്ച് അൽഗോരിതം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞ് നോക്കാം. സ്റ്റാറ്റിക് void main string args ആദ്യം എന്ത് ചെയ്യുക? ഒരു സ്കാനർ ക്ലാസ് എടുക്കുക. new scanner system.in ഒരു ലിമിറ്റ് പറയുക. എൻ്റെ system.out
println enter the ലിമിറ്റ് പറഞ്ഞു. എന്നിട്ട് int n is equal to sc ഡോട്ട് എന്ത് ചെയ്യുക, sc ഡോട്ട് നെക്സ്റ്റ് ഇൻറ്റ് ചെയ്യുക. സോ എനിക്ക് എന്ത് കിട്ടി, നമ്പർ കിട്ടി, ലിമിറ്റ് കിട്ടി. എന്നീ എന്ത് ചെയ്യണം, അറേ എലമെന്റ്സ് വാങ്ങിക്കണം. അറേ എലമെന്റ്സ് വാങ്ങിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ നോക്കേണ്ടതുണ്ട്, എൻ്റർ എ സോർട്ടഡ് അറേ മാത്രമേ നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഫോർ int I is equal to 0, I less than n, I plus plus എന്ത് ചെയ്യുക, നമ്മൾ അറേ എലമെന്റ്സ് വാങ്ങിക്കുക. സോ അറേ വേണം. അറേ എങ്ങനെ ഡിക്ലെയർ ചെയ്യാം, int a എന്ന് പറയുന്നത് ന്യൂ int n. അപ്പോൾ n എലമെന്റ്സ് ഉള്ള അറേ ഞാൻ ഡിക്ലെയർ ചെയ്യും. അതിനുശേഷം a of I is equal to ഞാൻ എന്ത് ചെയ്തു, sc ഡോട്ട് നെക്സ്റ്റ് ഇൻറ്റ് ചെയ്തു, sc ഡോട്ട് നെക്സ്റ്റ് ലൈനും ചെയ്തു. ഇവിടെയും നെക്സ്റ്റ് ലൈൻ ചെയ്യേണ്ടി വരും. ഓക്കെ, അങ്ങനെ എനിക്ക് അറേ കിട്ടി. അതിനുശേഷം എനിക്ക് അടുത്ത എന്താ ചെയ്യേണ്ടത്, എനിക്ക് കീ എലമെന്റ് വാങ്ങിക്കുക. കീ എലമെന്റ് എങ്ങനെ വാങ്ങിക്കാൻ പറ്റും, എൻ്റർ ദി കീ എലമെന്റ് പറയുക, എൻ്റർ ദി എലമെന്റ് ടു ബി സെർച്ച്, എൻ്റർ ദി എലമെന്റ് ടു ബി സെർച്ച്ഡ്. ഓക്കെ, എന്നിട്ട് ഞാനത് കീ എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് വാങ്ങിച്ചു. sc ഡോട്ട് നെക്സ്റ്റ് ഇൻറ്റ് sc ഡോട്ട് നെക്സ്റ്റ് ലൈൻ. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് വൺ ഞാൻ എന്താ ചെയ്തത്, ബൈനറി സെർച്ച് വിളിക്കുക. ബൈനറി സെർച്ച് a0 n-1, അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് n-1 കീ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എനിക്കൊരു വാല്യൂ കിട്ടും, റിസൾട്ട് എന്ന് ഞാൻ പറയുന്നു, res. ഇനി ആ റിസൾട്ടിന്റെ വാല്യൂ -1 ആണെങ്കിൽ എന്താണ് മീനിങ്, സെർച്ച് ചെയ്ത എലമെന്റ് എനിക്ക് കിട്ടിയില്ല. ഓക്കെ, അപ്പോൾ സെർച്ച് എലമെന്റ് system.out.println element not found. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, element found at system.out.println element found at ഏത് ലൊക്കേഷൻ, rs. ഓക്കെ, ഇതാണ് എൻ്റെ ബൈനറി സെർച്ചിൻ്റെ പ്രോഗ്രാം. ഓക്കെ, നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോന്ന്. ഇപ്പോൾ സ്കാനർ ക്ലാസ് യൂസ് ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് വേണം, ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് java.util.scanner ചെയ്യണം. അത് ആയിരുന്നു എറർ മാറിയിട്ടുണ്ട്. ടെസ്റ്റ് വിളിച്ചു, ലിമിറ്റ് പറയുന്നു, സേ 6 എലമെന്റ്സ് 10, 20, 30, 40, 50, 60 6 എലമെന്റ്സ് ഞാൻ പറയാണ്. അപ്പോൾ നമുക്ക് ഉള്ള എലമെന്റ്സ് ആദ്യം നോക്കാം. സേ 10 പറഞ്ഞു നോക്കാം. 10 ഫൗണ്ട് അറ്റ് 0th index. ഇനി ഏറ്റവും ലാസ്റ്റ് എലമെന്റ് നമുക്കൊന്ന് നോക്കാം. 10, 20, 30, 40, 50. ഞാൻ 50 എന്ന് പറഞ്ഞു നോക്കും. അപ്പോൾ 15 വന്നു. അപ്പോൾ എല്ലാം കിട്ടുമെന്നാണ് അതിൻ്റെ മീനിങ്. ഇനി ഒരെണ്ണം കൂടെ ഞാൻ ടെസ്റ്റ് ചെയ്യുന്നു, ഇല്ലാത്ത ഒരു എലമെന്റും കൂടെ ഞാൻ ടെസ്റ്റ് ചെയ്യാണ്. 1, 20, 30, 40, 50. ഞാൻ 60 നോക്കുന്നു. 60 നോട്ട് ഫൗണ്ട്. സോ ബൈനറി സെർച്ച് പ്രോപ്പർ ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബൈനറി സെർച്ചിൻ്റെ പ്രോഗ്രാം.